പാകിസ്ഥാനികൾക്ക് ഇത്രയും തന്നെ വിഷമമുണ്ട് ഈ യുദ്ധം നടക്കുന്നതിൽ. നമ്മളെപ്പോലെ തന്നെ അവരും എന്തൊരു പിക്കറ്റ് 43 കണ്ടിട്ട് എന്നെ പാകിസ്ഥാനീസ് വിളിച്ചിട്ടുണ്ട് ദുബായിന്ന്. എൻ്റെ മലയാളി ഫ്രണ്ട്സ് അവരോട് സാർ എങ്ങനെ എൻ്റെ റൂമിൽ ഒരു 3-4 പാകിസ്ഥാനി അവർ ഈ പടം കണ്ടിട്ട് സാറിനൊന്ന് സംസാരിക്കണം എന്നുള്ളതുണ്ട്. ഞാൻ വിളിക്കാമെന്ന് പിറ്റേ ദിവസം അവർ വിളിച്ചു. പാകിസ്ഥാനീസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരോട് ജനാബ് ഈ ഈസ്റ്റേഴ്സ് ഫിലിം ദേഖത്തെ കാണുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് എന്തിനായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ആയതെന്നുള്ളത്. നമ്മൾ സെപ്പറേറ്റ് ആയതിനു ശേഷമുള്ള ഈ ശത്രുത മുഴുവൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ 1971 ബിയോണ്ട് ബോർഡേഴ്സിനകത്തിൻ്റെ തിക്കായിട്ടുള്ളൊരു പ്രമേയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം പട്ടാളക്കാർ തമ്മിൽ വെടിവെച്ച് കൊല്ലുമായിരിക്കും, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ശത്രു നിങ്ങൾക്ക് കട്ടയ്ക്കൊരു പോരാട്ടം തന്നു കഴിഞ്ഞാൽ അവൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ സല്യൂട്ട് അടിക്കാതെ മറക്കാറില്ല നമ്മൾ. അത് നിങ്ങൾക്കറിയില്ല. അതാണ് എൻ്റെ ഈ 71. ഇത് കുറച്ച് ഇമോഷണൽ മെലോഡ്രാമയാണ്. മെലോഡ്രാമ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവങ്ങളാണത്. ഈ 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ ഹൈലൈറ്റ് ആവുന്നത്. ഒരു പാകിസ്ഥാനി ഓഫീസർ, 2 ഇന്ത്യൻ ഓഫീസേഴ്സ്. ഇവരുടെ ഉള്ളിൽ കൂടെയാണ് ഈ കഥ ഇങ്ങനെ പോകുന്നത്. പോയിട്ട് അവരുടെ മാനസിക സംഘർഷങ്ങളാണ് ഈ പടത്തിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലും ഞാൻ നിങ്ങളെ ഇരുത്തിയൊന്ന് ചിന്തിപ്പിക്കും. വൈ ഡിഡ് വി ഗെറ്റ് പാർട്ടീഷൻഡ്? അതിൻ്റെ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ ശത്രുത ഹിന്ദു മുസ്ലിം എന്നുള്ളത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും നിങ്ങളുടെ ശത്രുത ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ പൊളിറ്റിസൈസ് ചെയ്തിരിക്കുന്നു. ഈ ജാതിയെ വെച്ച് പൊളിറ്റിസൈസ് ചെയ്തു. അപ്പോൾ അതിൽ അനുഭവിക്കുന്ന ആരാണ്? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. കൺഫ്യൂസ്ഡാണ്. കൺഫ്യൂസ്ഡ് മുസ്ലിംസ്, കൺഫ്യൂസ്ഡ് ഹിന്ദുസ്. ആർ ദേ റിയലി അവർ എനിമീസ് ഓർ ഫ്രണ്ട്സ് ഓർ? ഇത് കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരുന്നാലാണ് ഈ 70 വർഷം വരയ്ക്ക് ഭരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഈ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇവൻ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് ഇൽസയ്ക്ക് ഏയ് കമാൺ ഗെറ്റ് ഔട്ട്. എനിക്കും എൻ്റെ അയലോക്കത്താരും മുസ്ലിമിനുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. വൈ ആർ യു ക്രിയേറ്റിംഗ് ദിസ് തിങ്? ഇപ്പം മേജർ രവി വർഗീയനാണ്. കാരണം പല ഫേസ്ബുക്ക് പോസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ എന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് ഭാരതത്തിൻ്റെ സ്പിരിറ്റിനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനൊരു ഫീലിംഗ് ഇവിടെ ഭാരതത്തിൽ വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ചു, നമ്മൾ തമ്മിൽ യാതൊരു അടിമഴക്കമുണ്ടാവില്ല. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സീറ്റോടെ ഇവരുടെ ജോലി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാം ഇതിനകത്ത് സത്യമില്ലാത്ത കുറേ ന്യൂസുകൾ, അത് കേട്ടാൽ തെറി വിളിക്കാൻ വേണ്ടി ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അതേ ആൾക്കാർ ഇപ്പം അതേ സമുദായത്തിൽ നിന്ന് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് സാറൊന്ന് സമാനമായിട്ടിരിക്കുക, സാർ എന്തിനാണ് അതിനൊക്കെ ടെൻഷൻ അടിക്കുന്നതെന്ന് കേൾക്കുന്ന സമയത്ത് യെസ് യു ഗോട്ട് ഗുഡ് പീപ്പിൾ ഇൻ ദാറ്റ് സൈഡ്. അപ്പം ഞാൻ വിശ്വസിച്ചത് കറക്റ്റാണ്. അവിടെ നല്ല ആളുകളുണ്ട്. ഇതിനകത്ത് ഒരാൾ മതിയല്ലോ ഒരു സമുദായത്തിനകത്ത് ആ സമുദായത്തിനെ മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കാൻ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഐ ഡോണ്ട് കെയർ നൗ. നമ്മൾ ഈ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ നോക്കുക. ദാറ്റ് ഈസ് അതെ. സാറാണെങ്കിൽ സാറിൻ്റെ ഫിലിംസിലൂടെ നമുക്കിങ്ങനെ നല്ല നല്ല മെസ്സേജസ് യുനോ ബീറ്റ് അബൌട്ട് ആർ കൺട്രി, ബീറ്റ് അബൌട്ട് പേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പം അതിൻ്റെ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കില്ലേ 1971 പോസ്റ്റ് വന്നു. സോറി. അതുകൊണ്ട് എഡിറ്റിങ്ങിന് കയറിപ്പോ